സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഷാജസ്കറിയ മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നത്. അത് പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, കുറച്ച് കടന്ന കൈയായിപ്പോയി. എന്തായാലും പറയാതിരിക്കാൻ നോക്കില്ല. അല്പത്തരത്തിന് ഒരു അതിരുണ്ട്. അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പഴയ ഒരു ചൊല്ലുണ്ട്. അതാണ് അദ്ദേഹം വിളമ്പ്. അദ്ദേഹം ഒരാളിനെ സഹായിച്ചു, അത് വിളിച്ചു പറയണം. ചാനലിലൂടെ വിളിച്ചു പറയണം, ഞാനാണ് KM ഷാജഹാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഞാനാണ് ഇറക്കിയത്, ഞാനില്ലായിരുന്നുവെങ്കിൽ ജാമ്യം കിട്ടുകയില്ലായിരുന്നു. ശരിയാണ്, മനുഷ്യരാകുമ്പോഴത്തേക്ക് പരസ്പര സഹായം വേണം. പക്ഷെ അത് വിളിച്ചു പറയണം. ഒരു കൈ കൊണ്ട് കൊടുത്താൽ മറുകൈ അറിയരുതെന്നാണ്. പക്ഷെ ഇദ്ദേഹം അല്പനായതുകൊണ്ട് അത് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ജനമധ്യത്തിൽ. ഷാജസ്കറിയയും പണ്ടകത്തായിട്ടുണ്ട്. ഷാജസ്കറിയയ്ക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് പണമുണ്ട്, പല സ്ഥലത്തു നിന്നും ഫണ്ട് വരുന്നുണ്ട്. പിന്നെ പിന്നിൽ ഒരു സൈന്യം തന്നെ ഉണ്ട്. അതായത് ജനങ്ങൾ പറയുന്ന മീഡിയകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാജൻസ്കറിയയുടെ നേതൃത്വത്തിലുള്ള കേരള BJP അല്ലല്ല, പിന്നെ കേന്ദ്ര BJP, നേരത്തെ പിന്നെ നമ്മളെ ഉള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പിന്നെ കേരള BJP, അങ്ങനെ രണ്ട് BJP ആയിരുന്നു കേരളത്തില്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ളത് ഇദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നില്ല. ഞാൻ കേന്ദ്ര BJP ആണെന്നോ അല്ലെങ്കിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ കേരള BJP ആണെന്നൊന്നും പറയുന്നില്ല. എന്തായാലും സുരേന്ദ്രൻ പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കേന്ദ്ര BJP ഷാജൻസ്കറിയയുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ കേരള BJP ആയിരുന്നു ഉള്ളി സുരേന്ദ്രനും ബാക്കിയുള്ള പാർട്ടികളും. എന്തായാലും ശരി, പിന്നെ ഷാജസ്കറിയെ വിചാരിച്ച് KM ഷാജഹാൻ പിന്നെ ജാമ്യം അനുവദിപ്പിച്ചു കൊടുത്തു. നല്ലൊരു സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം KM ഷാജഹാന് ചെയ്തു കൊടുത്തു? അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അതായത് പിണറായി വിജയനെ വിമർശിച്ചു, പിണറായി വിജയന്റെ പാർട്ടിയെ വിമർശിച്ചു. പിണറായി വിജയന്റെ രണ്ട് നല്ല ഒന്നാം ക്ലാസ് വിമർശകരാണ് KM ഷാജഹാനും പിന്നെ ഷാജസ്കറിയെ വിമർശിക്കുന്നു പറഞ്ഞാൽ അതിൽ വേറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ KM ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ഇന്നാരാണെന്ന് മാത്രമല്ല, പിണറായി വിജയനാവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, നരേന്ദ്രമോദി ആവട്ടെ, ആരായാലും തെറ്റുകളും കുറ്റങ്ങളും കണ്ടാൽ വിമർശിക്കും. സത്യസന്ധമായി പിഴുന്ന ഒരാളാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ആദായം ഉണ്ടാക്കാനോ പിന്നെ പേരെടുക്കാനോ ഒന്നുമില്ല. പറയാനുള്ളത് കൂടെ പറയും, ആരുടെയും കൂടെ പറയും. അത് തന്നെയാണ് KM ഷാജഹാൻ. അങ്ങനെ പറയുന്നത് പല സമയത്തും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം നമ്മുടെ പിന്നിൽ നമ്മളെ സഹായിക്കാൻ ഒരു ശക്തി ഇല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഷാജസ്കറിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പിണറായിയെ മാത്രം വിമർശിച്ചതിന്റെ പേരിൽ ഒരു കേസ് കേരള പോലീസ് എടുത്തു. അപ്പൊ കേരള പോലീസിലുള്ള ആദർശ നിഷ്ഠയെന്ന് പറയുന്നത് ഉള്ള പോലീസുകാരൊന്നും ഇല്ല. നമ്മൾ സിനിമ ഇതിലൊക്കെ കാണും. ഓരോ പിന്നെ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും, പണ്ട് സുരേഷ് ഗോപിനെ ചാണാൻ തിന്നുന്നത് തുടങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അവർ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ആദർശനിഷ്ഠയും അതും ഇതുമൊക്കെ. ജീവിതത്തിൽ അതൊക്കെ എവിടെ ഉണ്ടാവാം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സുരേഷ് ഗോപിയൊക്കെ ചാണാൻ തിന്നാൻ പോകും, മോഹൻലാലും സൈലന്റ് ആവും? ഇല്ല. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് വെറുതെ അഭിനയമാണ്. പക്ഷെ അഭിനയതകളെയായിരുന്നാലും ശരി, ജനങ്ങൾ വീരപുരുഷന്മാരായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് സിനിമ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് നായകന്മാരാവുന്ന 99% ആൾക്കാരും നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി, അനീതിക്കെതിരെ പോരാടുന്ന അവരാണ് നായകന്മാരാവുന്നത്. കൂടുതലും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് സിനിമ കാണുന്നത്. എന്തായാലും പിന്നെ സംഘപരിവാറിനെയോ മോഡിയെയോ ആക്ഷേപിച്ച് ഒരു വീഡിയോ ഇട്ട് അതിന്റെ പേരിലാണ് കേസ് വന്ന് ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഷാജസ്കറിയ പോകും. യാതൊരു കാരണവശാലും യാതൊരു രീതിയിലുള്ള സഹായവും പിന്നെ KM ഷാജഹാൻ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെയൊക്കെ ആദർശം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഒരു സത്യസന്ധതയില്ല. അതായത് പിണറായിയെ വിമർശിക്കുന്ന അതേ ഭാഷയിൽ നരേന്ദ്രമോദിയെ വിമർശിക്കാനുള്ള ആണത്വം ഉണ്ടാ ഷാജസ്കറിയക്ക്? ഉണ്ടാ? ഇല്ല. ഇന്ന് നിലവിലുള്ള പല സുഖസുഖര്യങ്ങളും നമ്മൾ ത്യജിക്കേണ്ടി വരും. അകത്ത് കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും, ED വരും, പിന്നെ വേറെ എന്തെല്ലാം NIA വരും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. തീവ്രവാദിയാവും, അമേരിക്കൻ ഫണ്ട് കൊണ്ട് ക്രിസ്ത്യാനികളെ ഇളക്കി മണിപ്പൂരിൽ പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഫണ്ട് കൊടുക്കുന്നവരെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഷാജസ്കറിയക്ക് അതൊക്കെ അറിയാം.
അപ്പൊ അവരെല്ലാം അതിനനുസരിച്ചാണ്. അന്തസ്സും അഭിമാനവും ആണത്തുമുള്ള തന്തയ്ക്ക് പിറന്നവനാണ്. മോഡി വിമർശിക്കുക എന്തൊക്കെയുണ്ട്. മോഡി പറഞ്ഞു 15 ലക്ഷം രൂപ ഈ നാട്ടിലെ എല്ലാ ഇന്ത്യക്കാരൻ്റെയും പേരിൽ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. വന്നാ ചോദിച്ചിട്ടുണ്ട് ഷാൻസ്കറിയാം. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിറ്റു. എന്താണ് കിട്ടിയത്? എന്താണ് നേട്ടം ഇന്ത്യക്ക് ഉണ്ടായത്? അത് സംഘപരിവാറുകാർ ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എയർ ഇന്ത്യ തുടങ്ങിയത് ടാറ്റയാണ്, അത് അവർക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇംഗ്ലീഷുകാരാണ് ഇന്ത്യ ഭരിച്ചത്. അവരെ ഇവിടെ വിളിച്ച് ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുക ഇന്ത്യയെ. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അത് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഷാൻസ്കറിയയ്ക്ക്? ഉണ്ടോ? ഇല്ല, അതുണ്ടാവില്ല. അങ്ങനെയാണ് അതിന്റെ കാര്യം. പിന്നെ 7-8 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ധനാഢ്യന്മാരുടെ വ്യവസായികളായ ആൾക്കാരുടെ കടം എഴുതി തള്ളി. വിമർശിക്കാൻ കഴിയുമോ ഷാൻസ്കറിയ? ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് വിമർശിക്കാൻ കഴിയുമോ? മോഡിയെ വിമർശിക്കാൻ കഴിയുമോ? ഇവിടെയുള്ള സാധാരണക്കാരന് 20,000, 25,000, 50,000 രൂപ ലോൺ എടുത്താൽ അവന്റെ വീടും കൂടും കൊടുക്കുകയും എല്ലാം ജപ്തി ചെയ്യും. പോലീസ് വരും, മറ്റത് വരും, മറിച്ചത് വരും, എല്ലാം വരും. അപ്പൊ അതിനെ ചെറു വിരലനക്കാൻ മോഡിക്കെതിരെ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ മോഡിമാര് ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡിമാര് എത്രയോ ആയിരക്കണക്കിന് കോടിയായിട്ട് വിജയ് മല്യ ആയിരുന്നാലും മറ്റവനായാലും മറിച്ചവനായാലും ആയിരക്കണക്കിന് കോടിയായിട്ട് പോയി. ആരെങ്കിലും പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ മോഡി പോകാത്ത രാജ്യങ്ങളില്ല ലോകത്ത്. മോഡി പോകാത്ത രാജ്യങ്ങൾ ഇനി മഷിയിട്ട് നോക്കണം. പണ്ട് ജ്യോത്സ്യന്മാർ ഉണ്ടായിരുന്നു, നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നു. മഷിയിട്ട് നോക്കാൻ പോകും. കള്ളവും കാപട്യവും ഒക്കെ നടന്ന ഉടനെ മഷിയിട്ട് നോക്കാൻ പോകും. അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്ന് ചോദിക്കും. അതുപോലെയാണ് മോഡി കാണാത്ത രാജ്യങ്ങളില്ല. മോഡി ഏതൊരു രാജ്യത്ത് പോയാലും അവിടെ അദാനിക്കോ അംബാനിക്കോ വേണ്ടി എന്തെങ്കിലും ഒരു സഹായകരമായ രീതിയിലുള്ള ഒരു ബിസിനസ്സോ വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗജന്യങ്ങളോ നേടിക്കൊടുക്കാത്ത ഒരു രാജ്യങ്ങളും പിന്നെ മോഡി പോയിട്ടില്ല. അപ്പൊ മോഡി പോകുന്നതിന്റെ പിന്നിലൊക്കെ ഉദ്ദേശമുണ്ട്. മോഡി ആരാണ് ഈ ലോകത്ത് പല രാജ്യങ്ങളിലും പറഞ്ഞുകൊണ്ടത്? RSSകാരാണ്. നീ പൊയ്ക്കോ, ഇന്ന സ്ഥലത്ത് പോകും, അന്ന സ്ഥലത്ത് പോകും, നീ ഇവിടെ ഇരിക്കേണ്ട, ഡൽഹിയിൽ ഇരിക്കേണ്ട, ഞങ്ങൾ ഭരണ കാര്യങ്ങളെ ഞങ്ങൾ നോക്കിയോളാം. അവരാണ് ബാക്കി കാര്യങ്ങൾ നീക്കുന്നത്. അവരും അമിത്ഷായും. അപ്പോൾ ഇവരൊക്കെയാണ് കാര്യക്കാർ. ഇവരെ വിമർശിക്കാനുള്ള തൻ്റെ ഇടം, ആണത്തം, അന്തസ്സുള്ള തന്തയ്ക്ക് പിറന്നാല് അങ്ങനെ വിമർശിക്കാൻ കഴിയും. വിമർശിക്കുന്നവരുണ്ട്. മീഡിയാവൻ വിമർശിക്കും. മീഡിയാവന്റെ മൗദൂദി ചാങ്ങലെന്നും മറ്റൊന്നും മറിച്ച, അതായത് ഷാൻസ്കറിയക്ക് ഇഷ്ടമില്ലാത്ത ആരെയും എന്തും പറയും. ഞാൻ കണ്ടിടത്തോളം കേരളത്തിൽ ഒരേ ഒരു സത്യസന്ധമായ ചാനൽ മീഡിയാവൻ മാത്രം. പണ്ട് ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു. പണ്ട് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. നിലനിൽക്കാൻ ആവത്തില്ല, അത് കൂട്ടിക്കെട്ടേണ്ടി വന്നു. അപ്പൊ അതുപോലെയാണ് പിന്നെ ഇതിനെതിരെ ഒരുപാട് രീതിയിൽ അവർ കലക്കി നോക്കി. അവർ രാജ്യദ്രോഹികളാണ്, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ആരാണ്? ഇതേപോലെ ഒരു ചാനൽ നടത്തുന്നവരാണ്. അപ്പോൾ ഷാൻസ്കറിയക്ക് എല്ലാ പാർട്ടികളിലും സുഹൃത്ത് വലയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ അങ്ങ് അമിതമായിട്ട് അങ്ങ് പിന്നെ പുകഴ്ത്തും. കോൺഗ്രസിലുള്ള കുറെ നേതാക്കന്മാരെ അങ്ങ് പുകഴ്ത്തും. BJPയിലുള്ള പിന്നെ BJPക്കാരനാണല്ലോ പിന്നെ ഷാൻസ്കറിയ. അതിപ്പോ പറയില്ല ഞാനും BJPക്കാരനോ, ഞാൻ സംഘിയോ, എങ്ങനെ ചോദിക്കും. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ചെറിയ വിമർശനങ്ങൾ നടത്തുക, അത് പിറ്റേന്ന് തന്നെ തിരുത്തുകയും ചെയ്യും. അത് മുസ്ലിങ്ങളുടെ മണ്ടയിൽ ഏതെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് അതങ്ങനെ പിന്നെ അത് ചാർത്തി കൊടുക്കും. കാര്യം ഒന്നുമല്ലെങ്കിലും മുസ്ലിങ്ങളെ വിമർശിച്ചാലും അപ്പൊ സംഘപരിവാറുകാർക്ക് തൃപ്തിയാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചില നേതാക്കന്മാരെ അങ്ങ് പുകഴ്ത്തും. അപ്പോ എല്ലാ പാർട്ടികളിലെയും ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും ഭരണമാറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് പറയും ഷാൻസ്കറിയ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ്ങിനെ എല്ലാ പാർട്ടിയിലും ഷാൻസ്കറിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഇപ്പൊ പറയുന്നെന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്നെ വിളിക്കാറില്ല. പക്ഷെ ഷാഫി പറമ്പില് വേറെ ആളിനെ വെച്ച് വിളിപ്പിച്ച് അങ്ങനെ ചെയ്യും. അപ്പോ ഈ ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ ഷാഫി പറമ്പിലായിരുന്നാലും ശരി, പിന്നെ മാത്യു കുഴൽനാടനായിരുന്നാലും ശരി, എല്ലാവരും അവരുടെയൊക്കെ ഭയങ്കര പിന്നെ സപ്പോർട്ടറാണ്, വലിയ ഫോളോവറാണ് പിന്നെ ഷാൻസ്കറിയ. നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോളണം. ഷാൻസ്കറിയക്ക് പ്രത്യേകമായ ചില അജണ്ടകളുണ്ട്. ഷാൻസ്കറിയക്ക് പല സ്ഥലത്തു നിന്നും ഫണ്ട് വരുന്നുണ്ട്. പൈസ ആവശ്യം പോലെ ഉണ്ട്. പിന്നെ പിന്നെ BJPയുടെ ഭരണ സംവിധാനത്തിന്റെ പിന്നെ പിന്തുണയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഷാൻസ്കറിയയുടെ പിന്നെ അജണ്ട എന്താണെന്ന് കേരളത്തിലുള്ള മതേതരവാദികളായ ആളുകൾക്ക് അറിയാം. മതേതരവാദികളൊന്നും ഒരിക്കലും ഷാൻസ്കറിയെ സപ്പോർട്ട് ചെയ്യും. കാരണം ഷാൻസ്കറിയ
തികഞ്ഞ സംഘി ചാനലാണ്. ഇവിടെ വർഗീയ വിഷം കുറേ ചാനലുകളുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ല. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ ചാനലുകൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചാനലുകൾ സംഘി ചാനലുകളാണ്. അത് മുസ്ലിം പേരുള്ളവനുണ്ട്, ക്രിസ്ത്യൻ പേരുള്ളവനുണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പേരും മുസ്ലിം പേരുള്ളവരാണ്. അത് അവർക്ക് അവരുടേതായ പിന്നെ ഫോളോവേഴ്സ്, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, അവരൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും. മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, പിന്നെ മതേതരവാദികളെ ആക്ഷേപിക്കുക, മോഡിയെ പുകഴ്ത്തിയ, മോഡി വിശ്വഗുരുവാണ്, മോഡി വേണമെങ്കിൽ ഇപ്പൊ ദൈവമാണെന്ന് പറയും. മോഡിയുടെ പടം വെച്ചിട്ട് അതിൽ പിന്നെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലണമെന്ന് വേണമെങ്കിലും പറയും. അതിന് ചെയ്യുന്നവരും കാണും. പാത്രം കൊട്ടാൻ പറഞ്ഞാൽ പാത്രം കൊട്ടും, ഷെയ്ത്താനെ കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടാൻ വേണ്ട. ഇതെല്ലാം ഷെയ്ത്താന്മാരാണ്, പിശാചികളാണ് അവന്മാരെല്ലാം. അത് മനസ്സിലാക്കണം. സംസ്കാര സമ്പന്നരായ കേരളത്തിലെ ജനങ്ങൾ ഈ പിന്നെ വിഷം ചീറ്റുന്ന ജീവികളെ അറിഞ്ഞിരിക്കണമെന്നാണ്, അല്പന്മാരെ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ നാടിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ജനങ്ങളുടെ പിന്നെ അഭിവൃദ്ധിയും ജനങ്ങളുടെ പിന്നെ എന്താണ് അവരുടെ ആത്മവിശ്വാസവും നമ്മൾ വർദ്ധിപ്പിക്കണം. അതായത് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. പരസ്പര സൗഹൃദവും എന്താണ് സ്നേഹവും പിന്നെ വിദ്വേഷമില്ലായ്മയും വെറുപ്പില്ലായ്മയും ഒക്കെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അപ്പോൾ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഈ വർഗീയ വിഷം ചീറ്റുന്ന ജന്തുക്കൾ ഈ നാട്ടിൽ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് പണ്ട് വന്യമൃഗങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ വന്യമൃഗങ്ങളുടെ പിന്നെ സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യരാണെന്ന് നാട്ടിൽ ജീവിക്കുന്നത്. വെറുപ്പ്, വിദ്വേഷം, വർഗീയത, വിദ്വേഷം വിളമ്പുക, ചീറ്റുക, വിഷം ചീറ്റയാണ് മനുഷ്യരുടെ മനസ്സുകളിൽ എല്ലാം. ഒന്നെടുത്ത് രണ്ടിന് ജാതിയും മതവും പറഞ്ഞ് ഇല്ലാതാക്കണം. അപ്പോൾ അതിന് ആദർശ ശുദ്ധിയുള്ള, ആദർശനിഷ്ഠയുള്ള, ആദർശശാലികളായ ചെറുപ്പക്കാർ, ഏത് രാഷ്ട്രീയക്കാരാവട്ടെ, ഈ സംഘപരിവാർ ഒഴിച്ചുള്ള എല്ലാ യുവജനങ്ങളും ആദർശനിഷ്ഠയോടുകൂടി ആദർശ ശുദ്ധിയുള്ളവരായി നിങ്ങളെല്ലാം മാറി ജനങ്ങളുടെയും പിന്നെ നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. അത് കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, ലീഗുകാരനാവട്ടെ, RSPയോ PSPയോ എന്ത് പാർട്ടി ആയിരുന്നാലും വേണ്ടത് സംഘപരിവാറിനെ അങ്ങ് ഒഴിവാക്കണം. കാരണം അവർ വിഷത്തിന്നികളാണ്. അപ്പോൾ വിഷം ചീറ്റുന്നവരാണ്. അവർക്ക് അതേ അറിയാവൂ. അതിനി അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊന്നും മാറേയില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു മോഡി ഭരണം മാറി വേറൊരു ഭരണം വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മാറും. കാരണം ആഹാരത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും. കാരണം ചാണകവും മൂത്രവും തീറ്റയും കൂടി നിർത്തുമ്പോൾ തന്നെ അവരുടെ പിന്നെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ല ഒരു നാടിന് വേണ്ടി, നമ്മുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ നാട്ടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി, ലോകത്തിൽ നമുക്കൊരു പ്രത്യേകമായ വിലയും നിലയുമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിനും. അത് നിലനിർത്താൻ വേണ്ടി ഇവിടെയുള്ള ആദർശശാലികളായ ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നമുക്ക് വേറൊരു വീഡിയോയിൽ വരുന്നവരെ ജയ് ഭാരത്, ജയ് ഹിന്ദ്.